നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 7 ഞായറാഴ്ചയാണ്, മിഥുനം 23. കേരളത്തിൽ നിന്നായാലും ദേശീയ തലത്തിൽ നിന്നായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ് ഇന്ന്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ചില വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ തെക്കൻ കശ്മീരിലെ ഗുൽഗാം ജില്ലയിൽ സൈന്യവും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. 2 സൈനികർക്ക് വീരമൃത്യു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം, അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അതിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ള ചോദ്യം, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സർക്കാർ നീക്കം എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. 100 ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ സൈന്യവും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 4 ഭീകരവാദികളെ വധിച്ചു സുരക്ഷാ സേന. ഏറ്റുമുട്ടലുണ്ടായത് കുൽഗാമിലെ മുദർഗാം, ഫ്രിസൽ ചെനിഗ്രാം എന്നീ മേഖലകളിൽ. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം സംബന്ധിച്ച രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പരാതി പരിഗണിച്ച ശേഷം നടപടിയെടുക്കാൻ വൈസ് ചാൻസലർ. നീക്കം റിപ്പോർട്ടിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ. റിപ്പോർട്ട് വാസ്തവവിരുദ്ധമാണെന്ന് മർദ്ദനത്തിനിരയായ KSU നേതാവ് സാൻ ജോസ്. VC-ക്ക് പരാതി നൽകാൻ KSU നീക്കം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സർക്കാർ നടപടികൾ ഉടൻ. മുൻനിര നായികമാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ കമ്മിറ്റിക്ക് മൊഴി നൽകിയിരുന്നു. റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാത്ത വിവരങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. നീറ്റ് UG കൗൺസിലിംഗ് ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് സൂചന. മെഡിക്കൽ കമ്മീഷന് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. പുതിയ കോളേജുകളിലെ അടക്കം സീറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് പനി വ്യാപനം കൂടുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുമെന്ന് മുന്നറിയിപ്പ്. പ്രതിദിന രോഗബാധിതർ 10,000 കടന്നതോടെ ഗുരുതര രോഗമുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനവും രൂക്ഷം. ഗുണ്ടാസംഘം വെട്ടിക്കൊലപ്പെടുത്തിയ BSP തമിഴ്നാട് അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഇന്ന്. ഉച്ചയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. മൃതദേഹം പെരമ്പൂർ BSP ഓഫീസിനോട് ചേർന്ന് സംസ്കരിക്കണമെന്ന് ആംസ്ട്രോങ്ങിന്റെ ഭാര്യ. പൊർക്കൊടി നൽകിയ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് തടയിടാൻ പോലീസ് ഇടപെടൽ ശക്തം. ഭാരതീയ ന്യായ് സംഹിത പ്രകാരം വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പിടികൂടിയാൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ കഴിയും. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ യാത്ര പൻവേലിൽ നിന്നാക്കാൻ റെയിൽവേയുടെ നീക്കം. റായ്ഗഡ് ജില്ലയിലെ പൻവേലിലേക്ക് ട്രെയിനുകൾ മാറ്റാൻ നീക്കം നടക്കുന്നത് നഗരത്തിലെ സ്റ്റേഷനുകളെ ഒഴിവാക്കി. റെയിൽവേയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി മുംബൈയിലെ മലയാളി സംഘടനകൾ. കുവൈത്ത് ഫർവാനിയയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് അറബ് വംശജരെന്ന് റിപ്പോർട്ട്. അപകടത്തിൽ പരിക്കേറ്റവർ ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിൽ. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കോട്ടയം ഭരണങ്ങാനം പഞ്ചായത്തിലെ അയ്യമ്പാറയിൽ കള്ളുഷാപ്പ് തുടങ്ങുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയ കള്ളുഷാപ്പാണ് 2 വർഷത്തിനു ശേഷം വീണ്ടും തിരികെ എത്തുന്നത്. ഷാപ്പിന്റെ നടത്തിപ്പ് തടയുമെന്ന് നാട്ടുകാർ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കുഴിയിലേക്ക് ലോറി മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. ഇരിട്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് തടി കയറ്റി വന്ന മിനി ലോറിയാണ് മറിഞ്ഞത്. കോഴിക്കോട് മുതലക്കുളത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു. ചികിത്സയിലിരിക്കെ മരിച്ചത് മലപ്പുറം വണ്ടൂർ സ്വദേശി കുത്തുബുദ്ദീൻ. ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച. എറണാകുളം പോടേക്കര സെന്റ് ഇഗ്നേഷ്യസ് ലയോള LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് തൃക്കാക്കര MLA ഉമാ തോമസ്. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ബിബോ, കൗൺസിലർ പയസ്, സ്കൂൾ HM ഫിലോമിന എന്നിവർ പങ്കെടുത്തു. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം MN കാരശ്ശേരിക്കും ബഷീർ അമ്മ മലയാളം പുരസ്കാരം KA ബീനയ്ക്കും ലഭിച്ചു. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പുരസ്കാരം കൈമാറി. ചടങ്ങിൽ ആശ്രമം ഭാസി, ടോമി കല്ലാനി, ഡോക്ടർ പോൾ മണലിൽ, PG ഷാജിമോൻ, KA ബീന, കിളിരൂർ രാധാകൃഷ്ണൻ,
മോഹൻ ഡി ബാബു എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രവാദ്യ യുവകലാസമിതിയുടെ നേതൃത്വത്തിൽ എടനാട് ശ്രീദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് ഗുരുദക്ഷിണ പുരസ്കാരം സമ്മാനിക്കും. തേരൊഴി രാമക്കുറുപ്പിനും കിഴക്കേ വരണാട്ട് നാരായണക്കുറുപ്പിനുമാണ് പുരസ്കാരം. തുടർന്ന് പഞ്ചവാദ്യവും അരങ്ങേറും. ഹൈസ്കൂൾ അധ്യാപകർക്കായി തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ എം ഹരിദാസ്, ജോൺ ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ജില്ലയിൽ മഡ്ഫെസ്റ്റ് സീസൺ 2 തുടക്കമായി. പരിപാടി സംഘടിപ്പിക്കുന്നത് മൺസൂൺ കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന്. മൺസൂൺ മിനി മാരത്തോൺ പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വീട്ടമ്മ മരിച്ചു. മരിച്ചത് കൊയിലാണ്ടി സ്വദേശി റീത്ത. ഗരീബ് രഥ് ലോകമാന്യ തിലക് ട്രെയിനാണ് ഇടിച്ചത്. കോഴിക്കോട് 7 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 5 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ. പെരുവട്ടൂർ സ്വദേശി സുനിൽകുമാറിനാണ് ശിക്ഷ വിധിച്ചത്. കൊയിലാണ്ടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2021. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. പറവൂർ EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ വിരമിച്ച മാധ്യമപ്രവർത്തകർക്ക് സ്നേഹാദരവും മികച്ച വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കൾക്ക് അനുമോദനവും നൽകി. ചടങ്ങ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് ജില്ലാ പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു. കനത്ത മഴയ്ക്കിടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ വീടിന് മുകളിൽ മരം വീണു. കൊല്ലേരി യശോദ ബാലകൃഷ്ണന്റെ വീട് ഭാഗികമായി തകർന്നു. ആളപായം ഇല്ല. ഏലൂർ മേത്താനം പാലത്തിൽ നിന്നും യുവാവ് പുഴയിൽ ചാടി മരിച്ചു. പാനായിക്കുളം പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജിത്താണ് മരിച്ചത്. മാണി സി കാപ്പന്റെ രാജി ആവശ്യപ്പെട്ട് പാലായിൽ LDFന്റെ പ്രകടനം. വഞ്ചനാക്കേസിൽ വിചാരണ നേരിടുന്ന മാണി സി കാപ്പൻ പാലായ്ക്ക് അപമാനമാണെന്ന് LDF. മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചത് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. DYFI മതിലകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹൈവേയിൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യം. അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് DYFI. തൃശൂരിൽ വയറിംഗ് ജോലിക്കിടെ വീടിന് മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇലക്ട്രീഷ്യൻ മരിച്ചു. മരിച്ചത് കുട്ടപ്പശ്ശേരി സ്വദേശി ഗോപിനാഥൻ. ജൂൺ 27 അപകടം. മോഷണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് നീലേശ്വരം ടൗണിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ക്യാമറ സ്ഥാപിച്ച് മാതൃകയായത്. പദ്ധതി നീലേശ്വരം ഇൻസ്പെക്ടർ KV ഉമേശൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നീലേശ്വരത്ത് ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് DYSP KV ലതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK ജയരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാസർഗോഡ് ബളാൽ കൊന്നക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. അപകട സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ്. തൃശൂരിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിനും ടിപ്പർ വാഹനത്തിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയതിനും ഡ്രൈവർക്കെതിരെ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ ഫിറ്റ്നസും റദ്ദാക്കിയിട്ടുണ്ട്. കാസർഗോഡ് രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാറുനടിയിൽ സംഘടിപ്പിച്ചു. ഞാറുനടിയിൽ ഉത്സവം നടത്തിയത് NSS, പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ. പരിപാടി ഹരിതകീർത്തി കർഷക അവാർഡ് ജേതാവ് KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പനമ്പുകാട് സെന്റ് ജോസഫ് ചർച്ച് നവദർശൻ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ വിന്നേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഓണോർ ഓത്തിയോ 2024 എന്ന പേരിലായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് സെറീന ജോർജ് ഉദ്ഘാടനം ചെയ്തു. സഹപ്രവർത്തകയ്ക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർക്കെതിരെ നടപടി. മലയാറ്റൂർ കുരിശുമടി സെക്ഷൻ ഓഫീസർ VV വിനോദിനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.
വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ കളക്ഷനിൽ നിർദ്ദേശവുമായി എറണാകുളം ജില്ലാ പ്രസിഡന്റ്. കളക്ഷനിൽ ജില്ല 100% കൈവരിക്കണമെന്ന് പ്രസിഡന്റ് മനോജ് മുത്തേടൻ. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് കൃത്യമായി അവലോകനം ചെയ്യണമെന്നും നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ 7 സഹകരണ സംഘങ്ങൾക്ക് സംസ്ഥാനതല അവാർഡ്. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മികച്ച സംഘങ്ങളെ തിരഞ്ഞെടുത്തത് സഹകരണ വകുപ്പ് തലങ്ങളിൽ 3 ഘട്ടങ്ങളിലായുള്ള പരിശോധനയിലൂടെ. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിലെ ശുചിമുറി സമുച്ചയം അടച്ചു. ദുരിതത്തിലായത് 100-ലധികം യാത്രക്കാർ. പ്രതിഷേധം ശക്തമായതോടെ ഓഫീസ് ജീവനക്കാർക്കായുള്ള ശുചിമുറികൾ തുറന്നുകൊടുത്ത് മാനേജ്മെന്റ് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തി. ആറന്മുള ക്ഷേത്രത്തിൽ ഒരേ സമയം 10 വള്ളസദ്യകൾ നടത്താൻ ദേവസ്വം ബോർഡ് സൗകര്യം ഒരുക്കും. വടക്കും പടിഞ്ഞാറുമായുള്ള ഊട്ടുപുരയിൽ 2 എണ്ണം വീതം ക്രമീകരിക്കും. തെക്ക് വടക്ക് നടപ്പന്തലുകളിൽ 3 എണ്ണം വീതവും ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ ഇടുക്കി ചെറുതോണിയിൽ എത്തുന്ന യാത്രക്കാർ ദുരിതത്തിലാവുന്നു. ശുചിമുറി, ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ പോലുമില്ല. ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഇവിടുത്തെ വികസനമെന്ന് നാട്ടുകാർ. തളിപ്പറമ്പ് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് പദ്ധതികൾ ഒരുങ്ങുന്നു. സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ചർച്ച ചെയ്യാൻ MV ഗോവിന്ദൻ MLA യോഗം വിളിച്ചു. ഈ മാസം 10 നടക്കുന്ന യോഗത്തിൽ വിവിധ മേഖലകളിലെ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കാസർഗോഡ് ബോവിക്കാനത്ത് വന്യമൃഗശല്യവും തൊഴിലാളിക്ഷാമവും കാരണം നെൽകൃഷി ഉപേക്ഷിച്ച് കർഷകർ. നെൽകൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായത് മുളിയാർ വയലിലെ കർഷകർ. സർക്കാർ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴാണ് പരമ്പരാഗത കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിൽ എത്തിയത്. പ്രധാന അറിയിപ്പുകൾ. +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് നാളെ അറിയാം. രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. സംവരണ തത്വമനുസരിച്ച് നിലവിൽ ഉണ്ടായിരുന്ന വേക്കൻസി 1 യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി സീറ്റുകളാക്കിയാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടുള്ളത്. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്ന പ്രകാശനം ചൊവ്വാഴ്ച രാവിലെ 10:15 ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടൻ കുഞ്ചാക്കോ ബോബൻ നിർവഹിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർക്ക് കൈമാറും. ഗോൾ കേരള 2024 മെയ് മാസത്തിൽ നടത്തിയ ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിന്റെ ആദ്യ ബാച്ച് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്താകെ 441 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വിജയ ശതമാനം 97.47. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി MP-മാരുടെ കോൺഫറൻസ് ഈ മാസം 15 രാവിലെ 11 തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടക്കും. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. ഗുജറാത്തിലെ സൂറത്തിൽ 6 നില കെട്ടിടം തകർന്ന് 1 മരണം, 15 പേർക്ക് പരിക്കേറ്റു, 5 പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വിവരം. പ്രളയക്കെടുതിയിൽ വലഞ്ഞ അസം, 22 ജില്ലകളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു. സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 52ആയി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ, വ്യാപക മണ്ണിടിച്ചിൽ, 150ഓളം റോഡുകളിലെ ഗതാഗതം നിർത്തിവെച്ചു. കർണാടകയിലും കനത്ത മഴ തുടരുന്നു. ഉത്തര കന്നഡ, ഉടുപ്പി ജില്ലകളിൽ റെഡ് അലർട്ട്. കലബുർഗിയിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. മഹാരാഷ്ട്രയിലെ ദോദ്രാജ് ബ്രഹ്മഗഡ് പാലത്തിന് സമീപം നക്സലൈറ്റുകൾ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് പരിക്ക്. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാ സേന. BJPയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചതായി ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ. അഗർത്തലയിലെ ബാറ്റോ വാലിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജപ്പാനിൽ നടന്ന ലോക വിസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരിയായ 9-കാരിക്ക് 2ാം സ്ഥാനം. ബംഗളൂരു സ്വദേശിയാണ് പെൺകുട്ടി. ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ നവീകരിക്കും. 1000 കോടി രൂപയുടെ പദ്ധതിക്കുള്ള മാസ്റ്റർ പ്ലാന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. റുവാണ്ടയിലേക്ക് കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള മുൻ സർക്കാരിന്റെ പദ്ധതി തുടരാൻ താൽപ്പര്യമില്ല എന്ന് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിലപാട് വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിൽ. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു.
ഇതോടെ മരിച്ച മാധ്യമപ്രവർത്തകരുടെ എണ്ണം 158 ഉയർന്നു. കിഴക്കൻ ചൈനയിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ 5 പേർ മരിച്ചു. 100ഓളം പേർക്ക് പരിക്ക്. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ശ്രീലങ്കയുടെ ടൂറിസം മേഖലയിലെ വരുമാനത്തിൽ വർധന. ഈ വർഷത്തെ ആദ്യ 6 മാസങ്ങളിൽ വരുമാനം $1.5 ബില്യൺ ഉയർന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണെന്ന് ഫിലിപ്പൈൻസ് കോസ്റ്റ് ഗാർഡ്. മനിലയുടെ എക്സിക്യൂട്ടീവ് ഇക്കണോമിക് സോണിലാണ് കപ്പൽ നങ്കൂരമിട്ടത്. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാ സേന. തായ്വാനിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 30 ചൈനീസ് സൈനിക വിമാനങ്ങളും 9 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ഫിലിപ്പീൻസ് നഗരമായ കാൻഡയിൽ ഭൂചലനം. 5.5 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് ഇല്ല. കുവൈത്തിൽ ഗാർഹിക വിസയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി സ്ഥാപനങ്ങളിലേക്ക് വിസ മാറ്റാം. പുതിയ നിയമത്തിന് അംഗീകാരം നൽകി. ഈ മാസം 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് സമയപരിധി. അബുദാബിയിൽ അശ്രദ്ധമായി കാറുകൾ പാർക്ക് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. എഞ്ചിൻ ഓഫ് ചെയ്യാതെയും പാർക്കിംഗ് മേഖലയ്ക്ക് പുറത്തും വാഹനം നിർത്തുന്നവരിൽ നിന്ന് 500 ദിർഹം പിഴ ഈടാക്കും. അബുദാബി പോലീസ് ബോധവൽക്കരണ വീഡിയോ പുറത്തുവിട്ടു. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത 5 ബാങ്കുകളിൽ നിന്ന് RBI പിഴ ഈടാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് 1.31 കോടി രൂപ. അമേരിക്കൻ കമ്പനിയായ ഗ്രീൻ ടെക്നോളജിയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ബംഗളൂരുവിൽ തുറന്നു. ഫിനാൻസ്, സെയിൽസ്, റിസർച്ച് ഓപ്ഷനുകളിലെല്ലാം ബംഗളൂരുവിലെ ഓഫീസിൽ നിന്നായിരിക്കും പ്രവർത്തനം. പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ വാട്സാപ്പ്, ഫേസ്ബുക്ക്, എക്സ്, ടെലിഗ്രാം എന്നിവ വഴിയുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ വർധന. ഈ വർഷം ഇതുവരെ ഫേസ്ബുക്ക് വഴി നടത്തിയത് 29,000 വ്യാജ നിക്ഷേപ പരസ്യങ്ങൾ. തായ്വാനീസ് ഇലക്ട്രോണിക്സ് ഭീമനായ ഫോക്സ്കോൺ ചെയർമാൻ യങ് ലിയു ഈ വർഷം ഇന്ത്യ സന്ദർശിക്കും. ഫോക്സ്കോണിന്റെ ഇന്ത്യയിലെ ആകെ മുതൽ മുടക്ക് $9-10 ബില്യൺ ആണ്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 4:30 മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ 13 റൺസിന് ആതിഥേയർ അട്ടിമറിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്കെതിരായ ഇന്ത്യയുടെ 2ാം 2020 ഇന്ന് നടക്കും. രാത്രി 7-ന് ചെന്നൈയിലാണ് മത്സരം. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. വനിതാ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ സജ്ന സജീവനും ആശ ശോഭനയും ടീമിൽ. ഹർമൻപ്രീത് കൗർ ടീമിനെ നയിക്കും. നോക്കാം ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ഗുജറാത്തിലെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. മുരളി ഗോപി തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത് വാസുദേവാണ്. വയലങ്കൽ ഫിലിംസിന്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കൊല്ലം തുളസി, ബോബനാലുമൂടൻ, വിഷ്ണു പ്രസാദ്, സജീവ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. യൂട്യൂബിൽ തരംഗമായ കരിക്ക് വെബ് സീരീസുകളിലൂടെ ശ്രദ്ധേയനായ ജീവൻ സ്റ്റീഫനും റിയ സൂസനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. കരിക്കിലെ സഹതാരമായ അർജുൻ രത്തനാണ് വിശേഷം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. കനത്ത മഴയിൽ രാജ്യത്തെ പല നഗരങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. ഇതിനിടെ ഡൽഹിയിലുണ്ടായ വെള്ളപ്പൊക്കം എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സൈക്കിൾ റിക്ഷയും തള്ളിക്കൊണ്ട് ആളുകൾ നെഞ്ചറ്റം വെള്ളത്തിലൂടെ നടക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഈ വർഷം ബംഗ്ലാദേശിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യമാണ് ഇത്തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. നോക്കാം ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. അഗ്നിപഥ് പദ്ധതിയിൽ ഘടനാപരമായ മാറ്റത്തിന് ആലോചിച്ച് കേന്ദ്ര സർക്കാർ. വിമർശനങ്ങൾ ഒഴിവാക്കാൻ പരിഷ്കരണങ്ങൾ നടപ്പാക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 നിന്ന് 23 ഉയർത്തും. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ 1-ാം പ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്.
അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ ഉടൻ CBIക്ക് കൈമാറും. പാക്കോങ് തടാക മേഖലയിൽ ചൈന വൻ ആയുധശേഖരം നടത്തിയതിന് തെളിവ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിട്ടു. ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചാണ് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഹാത്രാസ് ദുരന്തത്തിൽ ആൾദൈവം ഭോലേബാബയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി പോലീസ്. ഭോലേബാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസിന്റെ കണ്ടെത്തൽ. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. നടപടി കനത്ത മഴയെ തുടർന്ന്. രാഹുൽ ഗാന്ധി നാളെ മണിപ്പൂർ സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തും. ന്യൂസ് പൂർത്തിയാവുകയാണ്.